ഈ ചിക്കൻ വെച്ചിട്ട് എത്ര അധികം വിഭവങ്ങളല്ലേ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഏത് വിധത്തിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് താനും. ഇത്ര അധികം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു ഐറ്റം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ 1/2 കിലോഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ളൊരു തൈരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുളിയില്ലാത്ത കട്ട തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലൊക്കെ ഒരു മഞ്ഞൾപ്പൊടിയും തൈരും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് വേറൊരു മസാല കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അതും ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് ഇഞ്ചിയും ഒരു കഷ്ണം, വെളുത്തുള്ളി ഒരു 8-10 അല്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും, മല്ലിയില ഒരു പിടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി പുതിനയിലയും അതിൻ്റെ ഒരു 1/4 ഭാഗം കറിവേപ്പിലയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോഗ്രാം ചിക്കനിലേക്കുള്ള അളവാണ് പറയുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരിഞ്ഞ് കിട്ടാതെ വരുമ്പോൾ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനിലേക്ക് ഇത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചിക്കനിലൊക്കെ എല്ലാ ഭാഗത്തും മസാലയ്ക്ക് എത്തുന്ന വിധത്തിൽ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മൾ ചിക്കൻ ഇതുപോലെ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഓരോ പീസായിട്ട് തന്നെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടില്ല. ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ വേർപ്പെടുത്തിയെടുക്കുമ്പോൾ ആ ഒരു ഭാഗത്തുള്ള മസാല പോകും കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂട് വേണം എണ്ണ. എന്നിട്ട് പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ തീ ഉടനെ തന്നെ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറഭാഗത്തുള്ള ഒരു ഗ്രീൻ കളറൊക്കെ നഷ്ടപ്പെടും. അതൊരു ബ്രൗൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ തന്നെ ചിക്കൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു കുറച്ച് സമയം, ഒരു സെക്കൻഡുകൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക, വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗ്രീൻ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരും ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.